സ്ഥാനമായിട്ട് ബന്ധപ്പെട്ട കഥ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. വിശ്വാമിത്രര് ഭഗവാൻ ശ്രീരാമചന്ദ്രന് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിൽ വാൽമീകി രാമായണത്തിൽ വിസ്തരിക്കുന്നുണ്ട്. സകലപുത്രന്മാര് കപിലവാസുദേവന്റെ അടുത്ത് പോയിട്ട് ഒരു പിടി ചാരായിട്ട് മാറി കപിലന്റെ നേത്രാഗ്നിയിൽപ്പെട്ടിട്ട്. ഇനി അവർക്ക് മുക്തി കിട്ടാൻ എന്താണ് മാർഗമുള്ളതെന്നാണ്. അങ്ങനെ അന്വേഷിച്ച സമയത്ത് ആകാശഗംഗയെ പാതാള ലോകം വരെ എത്തിച്ചെങ്കിൽ മാത്രമേ അവർക്ക് മുക്തിയുള്ളൂ. അപ്പോൾ ഈ സകലപുത്രന്മാർക്ക് മുക്തി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിനുശേഷമുള്ള തലമുറകൾക്ക് മുക്തി കിട്ടാൻ പോകുന്നുള്ളൂ. പിന്നീട് സകരൻ മുതൽക്കുള്ള സൂര്യവംശ രാജാക്കന്മാരൊക്കെ ഗംഗയെ ഭജിക്കുന്നുണ്ട്. സകര മഹാരാജാവ് അനവധി കാലം ഗംഗയെ ഭജിച്ചു, പക്ഷേ ഫലം ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ പുത്രൻ അസമഞ്ജസനാണ്, അദ്ദേഹം തപസ്സിന് പോയി. ഈ അസമഞ്ജസന്റെ മകനായിരിക്കുന്ന അംശുമാൻ അനവധി കാലം ഗംഗയെ ഭജിച്ചു, അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചില്ല. അംശുമാന്റെ മകനാണ് ദിലീപൻ. ദിലീപനും കുറേ കാലം ഗംഗയെ ഭജിക്കുന്നുണ്ട്, പക്ഷേ ഗംഗയെ കൊണ്ടുവരാൻ അദ്ദേഹത്തിനും പറ്റിയില്ല. ആ ദിലീപന്റെ പുത്രനാണ് മഹാത്മാവായിരിക്കുന്ന ഭഗീരഥൻ. അതിബുദ്ധിമാനായിരിക്കുന്ന ഭഗീരഥൻ ഗംഗയെ അല്ല തപസ് ചെയ്തത്. ആദ്യം തപസ് ചെയ്ത് ബ്രഹ്മാവിനെയാണ്. ആ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ആയുസ്സും ഭാഗ്യവും വാങ്ങി. പിന്നീട് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഹിമഗിരിയിൽ ഈ സ്ഥാനത്ത് വന്നിരുന്നു, ഈ ഗംഗോത്രിയിൽ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തപസ്ഥലിയാണ് നേരത്തെ അവിടെ നമ്മൾ കണ്ടത്. അവിടെ വന്നിരുന്ന് കഠിനമായിട്ട് ഗംഗയെ തപസ് ചെയ്തു. അനവധി കാലത്തെ ഭഗീരഥ പ്രയത്നം എന്ന് പറയാറുണ്ട്. അപ്പോൾ അനവധി കാലത്തെ തപസ്സിൻ്റെ ഫലമായിട്ട് സാക്ഷാൽ ഗംഗാ ഭഗവതി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എന്താ വരം വേണ്ടതെന്ന് വെച്ചപ്പോൾ തൻ്റെ ആഗ്രഹം പറയുകയാണ്. അപ്പോൾ ഗംഗാ ഭഗവതി പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ ഒഴുക്കിനെ താങ്ങാനുള്ളതായിരിക്കുന്ന കഴിവ് ഈ ഭൂമിക്കൊന്നുമില്ല. ഞാൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭൂമി പിളർന്നു പോകുന്നതാണ്. അപ്പോൾ എന്നെ നിയന്ത്രിച്ച് വിടണമെങ്കിൽ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ, അത് സാക്ഷാൽ മഹാദേവർക്ക്, വേറെ ആർക്കും സാധിക്കില്ല. ഇവിടുത്തെ മഹാദേവർ തപസ് ചെയ്തു. ഒരുപാട് കാലത്ത് തപസ്സിന് ഫലമായിട്ട് മഹാദേവർ വന്നു കാര്യങ്ങൾ പറഞ്ഞു. ഗംഗയെ വിളിച്ചോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഗംഗയെ വിളിക്കുവെച്ചാൽ ഗംഗയെന്ന് വിളിച്ചാൽ വരുന്നതാണല്ല. വീണ്ടും കുറേ കാലം തപസ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാലം തപസ് ചെയ്തതായിരിക്കുന്ന സമയത്ത് ഗംഗാ ഭഗവതി പ്രത്യക്ഷയായി. കാര്യം പറഞ്ഞപ്പോഴോ അപ്പോൾ ഗംഗാ ഭഗവതി പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നെ നിയന്ത്രിക്കണമെങ്കിൽ ഈ മഹാദേവർക്ക് മാത്രമേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഞാൻ താഴെ വന്നു കഴിഞ്ഞാൽ നിന്റെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇവിടെ വരെ വരും. ഇവിടം വരെ വന്നിട്ട് മൂക്കും പിടിച്ച് മുതൽ മുങ്ങി പാപം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിവർന്നാണ്ട് നടക്കും. അപ്പോൾ ഈ കണ്ട നാട്ടുകാരുടെ പാപം മുഴുവൻ ഞാൻ താങ്ങേണ്ടതാണ്. ബുദ്ധിമാനായിരിക്കുന്ന ഭഗീരഥൻ അതിന് മറുപടി കൊടുത്തതെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഭാരതത്തിൽ മഹാഭാവികളല്ല ഉള്ളത്. അങ്ങനെ മഹാഭാവികളാരും ഈ ഭാരതത്തിൽ ജനിക്കാൻ പോകുന്നില്ല. ഈ ഭാരതത്തിൽ ജനിച്ചവർ മുഴുവൻ പുണ്യാത്മാക്കളാണ്. അവരുടെ സുഹൃത്തിൻ്റെ ശക്തി കൊണ്ട് അമ്മയുടെ പവിത്രത വർദ്ധിക്കുകയുള്ളൂ, അല്ലാതെ യാതൊരു കോട്ടവുമില്ല. ഭഗീരഥൻ്റെ ആ ശക്തിയെ അഭിനന്ദിച്ച് ഗംഗാ ഭഗവതി താഴേക്ക് വന്നോളാന്ന് വാക്കുകൊടുത്തു. അങ്ങനെ താഴത്തേക്ക് വരാൻ ഭാവിക്കുമ്പോഴാണ് മഹാദേവരെ കാണുന്നത്. മഹാദേവര് കരുണാമയനായിരിക്കുന്ന മഹാദേവര് ഗംഗയെ താങ്ങാനായിട്ട് രണ്ട് കൈയും നീട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ അടുത്ത് ഉമയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ദേഷ്യം പെട്ടെന്ന് ആ ഗംഗയ്ക്ക് ഉണ്ടായി. അവിടെ വെച്ച് ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് ഗംഗാ ഭഗവതി. വിഷാമ്യഹം ഹി പാതാളം ശ്രോതസാഗിത്യ ശങ്കരം. എൻ്റെ ഒഴുക്കിൻ്റെ ശക്തി കൊണ്ട് ഈ ശങ്കരനെ കൈലാസത്തോട് കൂടിയിട്ട് ഇളക്കി ഞാൻ കൊണ്ടുപോവാണ്. ശങ്കരനെ ഇളക്കാൻ അത്ര എളുപ്പത്തിൽ ആർക്കും സാധിക്കില്ല. അവസാനം ആ ഗംഗയുടെ വരവ് അത്ര പന്തിയല്ലാതെ തോന്നി. ആ മഹാദേവര് തൻ്റെ ജടയൊന്ന് അഴിച്ച് ഒന്ന് കുടഞ്ഞു. നല്ല വിരിഞ്ഞ താമര പോലെയായി. ശുദ്ധയായിരിക്കുന്ന ഗംഗ നേരെ ആ മഹാദേവന്റെ ശിരസിലാണ് ഉദിച്ചത്. ക്ഷണനേരം കൊണ്ട് അത് മുറുക്കിയിട്ട് കെട്ടി, പിന്നോട്ട് കാണാനുമില്ല. ഭഗീരഥനാകെ കഷ്ടമായി. ഭഗീരഥ മഹാദേവരെ വീണ്ടും തപസ് ചെയ്തു. ആ മഹാദേവനെ പറഞ്ഞു, ഗംഗ എവിടെയും പോയിട്ടില്ല, ഇവിടെയുണ്ടെന്നാണ്, ഈ തലയിലുണ്ടെന്നാണ്. ഒരു തലനാരിഴ മാത്രം കണ്ട് നീക്കി കൊടുത്തു. ആ ഒരു തലനാരിഴ നീക്കി കൊടുക്കേണ്ട താമസം 4 ഒഴുകി. ആ 4 ഒഴുകി സീത, അളകനന്ദ, ചക്ഷുസ്, ഭദ്ര, ഇതാണ് 4. അതിൽ അളകനന്ദയാണ് ഇങ്ങോട്ട് ഒഴുകുന്നത്. ഈ തെക്കോട്ട് വീണ ആ ഭാഗത്തിന് 64 കഷ്ണങ്ങൾ വേറെയുണ്ട്. ആ 64 കഷ്ണങ്ങളിൽ ഭഗീരഥ സ്പർശിച്ചതായിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. അതുകൊണ്ട് ഇതിന് ഭാഗീരഥി എന്ന് പേര്.
അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, മഹാദേവന്റെ തിരുമുടിയിൽ നിന്ന്, ആ ജടയിൽ നിന്ന് ഒരു തലനാരിഴ മാത്രം മാറ്റി അതൊന്ന് 4ആയി, ആ 4 64ആയ ഒന്നാണ് ഇപ്പം ഇത്. അപ്പോൾ ആ മഹാദേവയുടെ ആ സ്വരൂപത്തെയാണ് ആ ബ്രഹ്മാണ്ടം മുഴുവൻ ഉള്ളിൽ ഒതുക്കിയ ആളാണ്. അപ്പോൾ ഒട്ടും അതിശയിക്കാനില്ല. ഒടുക്ക മഹാദേവന് ഒരു രഥം ഭഗീരഥന് അനുഗ്രഹിച്ചു നൽകി. ആ രഥത്തിൽ ഇരുന്ന് നീങ്ങിക്കോളാൻ പറയും. വായുവേഗത്തിൽ ചലിക്കുന്ന രഥമാണ്. അങ്ങനെ ആ രഥത്തിൽ ഇരുന്നുകൊണ്ട് ഭഗീരഥനാണ് വഴി കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഭഗീരഥൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ ഗംഗ ഒഴുകാൻ തുടങ്ങി. അതിൽ മുഖ്യമായി ഭാഗീരഥി. അങ്ങനെ ഈ ഭാഗീരഥിയിൽ പല പോഷക നദികൾ വന്ന് ചേരുന്നുണ്ട്. ഭാഗീരഥിക്കും അളകനന്ദയ്ക്കും തുല്യ പ്രാധാന്യമാണ്. അപ്പോൾ ഇതിൽ വന്ന് ചേർന്നതാണ്. അത് ഓരോരോ പ്രയാഗുകളാണ്. നാളെ ബദ്രീനാഥിൽ പോകുമ്പോൾ കാണാം, ആദ്യം കാണുന്ന പ്രയാഗ്, നമുക്ക് കാണാൻ പറ്റുന്ന ആദ്യത്തെ പ്രയാഗ് കേശവ പ്രയാഗ. സരസ്വതിയും അളകനന്ദയും തമ്മിൽ ചേരുന്നത്. പിന്നെ കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയ വിഷ്ണു പ്രയാഗുണ്ട്. അത് കഴിഞ്ഞാൽ രുദ്രപ്രയാഗുണ്ട്, കർണപ്രയാഗുണ്ട്, നന്ദപ്രയാഗുണ്ട്, അങ്ങനെ ദേവപ്രയാഗ്. ആ ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് ഗംഗ എന്ന പേരുണ്ടാവുന്നത്. അതുവരെ പല പല പേരാണ്. ഇത് ഭാഗീരഥി, മന്ദാകിനി, അളകനന്ദ, കർണിക, നന്ദ, ഇങ്ങനെയുള്ള ഒരു പിണ്ടാര, ഇങ്ങനെ പല പല പേരുകളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുകയാണ് ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് ഗംഗ എന്ന പേര് സ്വയം സ്വീകരിക്കുന്നത്. അങ്ങനെ ആ ഗംഗ എന്നുള്ള പേര് സ്വീകരിച്ച് വീണ്ടും ഋഷികേശ്, ഹരിദ്വാർ, വാരണസി വഴി ഒഴുകി അവസാനം ഗംഗാസാഗര സംഗമമാണ് ഇന്നത്തെ കൊൽക്കത്ത. അപ്പോൾ അവിടെ വളരെ സമുദ്രം പോലെയാണ് ഗംഗ. ആഴം പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. സമുദ്രം പോലെ ഒഴുകി സമുദ്രത്തിൽ ലയിച്ച് പാതാള ലോകം വരെ എത്തി ആ സകലപുത്രന്മാർക്ക് മുഴുവൻ മുക്തി കൊടുത്തു എന്നാണ് കഥ. അപ്പോൾ ഈ ഗംഗയിൽ ഒന്ന് സ്നാനം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി 4 അടി വടക്കോട്ട്, നമ്മുടെ ഭവനത്തിൽ നിന്ന് 4 അടി വടക്കോട്ട് വെച്ചാൽ മതി. എന്നാൽ തന്നെ സർവ്വപാപങ്ങളും കഴിഞ്ഞു. ഭഗവാന്റെയും ഗുരുവായൂരപ്പൻ്റെയും ഗുരുകാരണവന്മാരുടെയും അനുഗ്രഹം കൊണ്ട് നമുക്ക് 4 അടിയല്ല, സാക്ഷാൽ ആ മഹാദേവന്റെ തിരുടയിൽ നിന്ന് പുറത്തു ചാടിയ ആ വിഷ്ണുപാദ തീർത്ഥത്തിൽ ഈ യാത്രക്കിടെ 2 തവണ സ്നാനം ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ നമ്മുടെ ആരോഗ്യം ഇവിടെ ചിലപ്പോൾ കുളിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് സ്നാനം 5 വിധം, അതിൽ ഒരു സ്നാനം ഇവിടെ കഴിഞ്ഞു. ഇനിയും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അളകനന്ദയിലും ആചമനം ചെയ്തു. അളകനന്ദയിലും തിരിച്ചു പോകുന്ന വഴിക്ക് ഹരിദ്വാറിലൊക്കെ നമുക്ക് സ്നാനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഈ ഗംഗയെ പുണ്യപവിത്രമായിരിക്കുന്ന ഭാരതഭൂമിയിൽ എത്തിച്ച മഹാത്മാവായിരിക്കുന്ന ഭഗീരഥനെയും ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സാവുന്ന നമസ്കരിക്കാം. ഗംഗാ മയ്യാക്കി. അവിടെയാണ് ഗോമുഖി. അവിടെ ഐസുമലകൾ ഇങ്ങനെ കാണാം. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് 18 കിലോമീറ്റർ ദൂരമാണുള്ളത്. ആ ഐസുമലയുടെ മുകളിൽ നിന്ന് ഗോവിൻ്റെ മുഖത്തിൻ്റെ ആകൃതിയിൽ നിന്ന് അവിടെ നിന്നാണ് ഗംഗ തീർത്ഥമായിട്ട് ഒഴുകി വരുന്നത്. ചില ഭാഗത്ത് രൗദ്രതയാണ്, ചില ഭാഗത്ത് ശാന്തതയാണ്. നമുക്ക് ഒരു 2 മാസം മുമ്പ് അവിടെ വന്നു വെച്ചാൽ ഇവിടെയൊക്കെ ഐസാ. നേരത്തെ സ്ക്രീനിൽ ഇവിടുന്ന് 2 മാസത്തിന് മുമ്പ് ചിത്രം കാണിച്ചിട്ടുണ്ട്. ഹര ഹര നമ പാർവതീപതേ.